ഹോം ലോൺ എടുത്തിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഹോം ലോൺ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടെൻഷനാണ്. എടുത്തിട്ടുള്ള ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഹോം ലോണിൻ്റെ അടവടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം. ഹോം ലോൺ എടുത്തിട്ടുള്ള ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആളുകളും. എടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ അധികം ഇത് കാണാൻ സാധ്യതയില്ല. എടുത്തതിന് ശേഷം ടെൻഷൻ അടിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. 10-20 വർഷം ഇനി അടയ്ക്കണമല്ലോ എന്നോർത്തിട്ട് പേടിയുണ്ടോ? പേടിക്കേണ്ട. ഇന്ത്യയിൽ ഞാനടക്കമുള്ള കുറേയധികം ആളുകൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. എന്തിനു പേടിക്കണം? വാടകയ്ക്ക് താമസിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. നമുക്ക് താമസിക്കാനായിട്ട് സ്വന്തമായിട്ട് ഒരു വീട് വേണ്ടി വരും പല സാഹചര്യത്തിലും. പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ നിങ്ങൾക്കൊപ്പം ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീടുമായി അനുബന്ധിച്ചിട്ട് ഒരു ബിസിനസ്സോ വർക്ക് ഫ്രം ഹോമോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വീട് ഉറപ്പായിട്ടും കൂടിയേ തരത്തുള്ളൂ സ്വന്തമായിട്ട്. ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വാടക വീട് ലഭിക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അഡ്വക്കേറ്റിനും മുസ്ലിമിനും ബാച്ചിലർക്കും ഒക്കെ വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് മടിക്കുന്ന ധാരാളം ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വാടക വീട് എല്ലാവർക്കും സെറ്റ് ആവില്ല. നിങ്ങളിൽ പല ആളുകളും തന്നെ എന്നോട് പരാതി പറയാറുണ്ട്, ബാക്ക്ഗ്രൗണ്ടിന് ഒരു മാറ്റവും ഇല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ ചേട്ടൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് വാടക വീടുകളിലെ ഏതെങ്കിലുമൊക്കെ മുറികളിലാണ് പലപ്പോഴും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആണി അടിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും നടക്കത്തില്ല. ഞാൻ ഈ ജോലി ആവശ്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഏതെങ്കിലുമൊക്കെ വാടക വീട് കൂടി മാനേജ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ വാടക വീട് മാത്രമായപ്പോൾ എനിക്ക് പണി കിട്ടി. നേരത്തെ എനിക്ക് നാട്ടിലൊരു വീടുകളുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തിട്ട് വാടക വീട് മാത്രമാക്കിയപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള വരുമാന മേഖലകളെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ സാഹചര്യങ്ങളാണ്. എന്തൊക്കെയാണെങ്കിലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മൊബൈൽ ബാങ്കിങ് ആപ്പിൽ ഹോം ലോണിൻ്റെ വലിയൊരു ബാലൻസ് ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? ഉണ്ടാവുമല്ലോ. എല്ലാ മാസവും EMI അടയ്ക്കേണ്ടി വരുമ്പോൾ നെഞ്ചിലൊരു ഭാരമൊക്കെ ഇങ്ങനെ തോന്നാറുണ്ടോ? എങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. എന്നാൽ 20 മുതൽ 30 വർഷം വരെയുള്ള ഈ കടക്കണിയിൽപ്പെട്ട് തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൻ്റെ വലിയൊരു ഭാഗം ബാങ്കുകൾക്ക് പലിശയായിട്ട് പല ആളുകൾക്ക് നൽകേണ്ടി വരുന്നുണ്ട്. ഇത് പല ആളുകളും തിരിച്ചറിയുന്നില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിനൊരു പരിഹാരത്തെക്കുറിച്ചിട്ടാണ്. കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ, പ്രതിമാസ ബഡ്ജറ്റ്, മൊബൈൽ ആപ്പ് വഴിയുള്ള ചെറിയ മുൻകൂട്ടി അടവുകൾ, പ്രീ പേയ്മെൻറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്, SIP നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ എങ്ങനെ വേഗത്തിൽ ലോൺ തീർക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. ഇത് വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ഒന്നുമല്ല. നിങ്ങൾക്ക് ആർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൽ ചിട്ടുകളെ കുറിച്ചിട്ടോ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടോ ഞാൻ പറയുന്നില്ല കേട്ടോ. എൻ്റെ അമ്മയൊക്കെ വലിയ ലോണുകൾ ചിട്ടി പിടിച്ചിട്ട് പെട്ടെന്ന് അടച്ചു തീർത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ അത്ര എക്സ്പേർട്ട് അല്ല. പക്ഷേ എനിക്ക് ചിട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഇരട്ട വരുമാന മാതൃകയാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഞാനൊരു സാമ്പത്തിക ഉപദേഷ്ടാവല്ല. ഇതെല്ലാം പ്രാരാബ്ധ കാലത്തെ അനുഭവ സമ്പത്താണ്. വിജയിച്ച വഴികളെക്കുറിച്ചിട്ടല്ല ഞാൻ പലപ്പോഴും പറയുന്നത്, പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ടാണ്, എനിക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് വിജയമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല, നിങ്ങൾ പരാജയപ്പെടാതിരിക്കാനായിട്ട് കേട്ടോളൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിൽ കഥയിലൂടെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഗോപികയും ഹസ്ബൻഡ് രാഹുലും. ഗോപികയ്ക്ക് മാസം 75,000 രൂപ ശമ്പളമുണ്ട്. രാഹുലിന് മാസം 35,000 രൂപയും ശമ്പളമുണ്ട്. 2 കുട്ടികളുടെ പഠന ചെലവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അവർ എങ്ങനെ തങ്ങളുടെ 25 വർഷത്തെ ഹോം ലോൺ 10 വർഷം കൊണ്ട് തീർത്തുവെന്ന് നമുക്ക് വിശദമായി കാണാം. ഇതിന് മുന്നേ തീർക്കാൻ കേട്ടോ. പക്ഷേ അതിശയകരമായിട്ടുള്ള അൺറിയലിസ്റ്റിക് കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് കൂട്ടിയാൽ കൂടുന്ന കണക്ക് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. പലരും ഇപ്പോൾ തന്നെ 15 വർഷമൊക്കെ അടച്ചിട്ടുണ്ടാകും. ഈ പറയുന്ന ഒരു ട്രിക്ക് മനസ്സിലാക്കാതെ വെറുതെ അടച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ആ ഒരു പ്ലാനൊക്കെ ഒറ്റയടിക്ക് തകർക്കുന്ന ഒരു വില്ലനാണ് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഹോസ്പിറ്റൽ ബില്ലുകൾ. ഞാനൊക്കെ ഒരു കാലത്ത് അതിൻ്റെ ഇരയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു വില്ലനെ തടയാതെ നമ്മൾ എന്ത് സാമ്പത്തിക പ്ലാൻ ഇട്ടാലും അത് റിസ്ക്കാണ്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചികിത്സാ ചെലവുകളിൽ നിന്നും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഹോം ലോണൊക്കെ ഉള്ളപ്പോൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടതാണ്, നിർബന്ധമില്ല. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കി ലോൺ തിരിച്ചടയ്ക്കുന്നതിൻ്റെ ഭാരം നിങ്ങളുടെ കുടുംബത്തിൻ്റെ തലയിൽ വന്നു ചേരരുത്. ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ, പ്രതിമാസം 700-900 രൂപ മുതലൊക്കെ പ്രീമിയം അടച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഗുരുതരമായിട്ടുള്ള പല രോഗങ്ങളും ഈ പ്ലാനുകളിൽ കവറാകും. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസുകളിന്മേൽ GST ഇല്ലാത്തത് ഒരു അധിക ബെനിഫിറ്റ് കൂടിയാണ്. നിങ്ങൾ സ്വന്തമായി ഇൻഷുറൻസ് എടുക്കാൻ ഓൺലൈനിൽ തിരയുകയാണ് എന്നുണ്ടെങ്കിൽ 25ലധികം കമ്പനികളിൽ നിന്നുള്ള 100 കണക്കിന് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് മിക്ക ആളുകൾക്കും ആശയക്കുഴപ്പമുണ്ടാവുന്നത്.
ഏത് പ്ലാനാണ് വാസ്തവത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായത്, എന്തൊക്കെയാണ് ഇതിൽ കവറാവുന്നത്, എന്തൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇവിടെയാണ് ഡിറ്റോ ഇൻഷുറൻസിന് നിങ്ങളെ സഹായിക്കാനാകുന്നത്. സെറോദയുടെ പിന്തുണയുള്ള ഡിറ്റോ പക്ഷപാതമില്ലാത്തതും യാതൊരു തടസ്സമില്ലാത്തതുമായ ഇൻഷുറൻസ് ഉപദേശങ്ങൾ നൽകുകയും നിങ്ങളുടെ ഓപ്ഷനുകൾ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവരുടെ കൺസൾട്ടേഷനും ക്ലെയിം സപ്പോർട്ടും തികച്ചും സൗജന്യമാണ്. നിങ്ങളൊരു സൗജന്യ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഉപദേശകൻ ആദ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രായം, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ, മെഡിക്കൽ ഹിസ്റ്ററി, നിലവിലുള്ള അസുഖങ്ങൾ, മറ്റ് പ്രസക്തമായിട്ടുള്ള ആരോഗ്യ വിവരങ്ങൾ എന്നിവ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇണങ്ങുന്ന പ്ലാനുകൾ അവർ നിർദ്ദേശിക്കുകയും എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യാത്തത് എന്ന് വിശദമാക്കി തരികയും ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ക്ലെയിം നിരസിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള പേപ്പർ വർക്കുകളിൽ ഡിറ്റോ നിങ്ങളെ സഹായിക്കുകയും 24 മണിക്കൂറും ലഭ്യമാകുന്ന ക്ലെയിം സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. പാരമ്പര്യ രീതിയിലുള്ള ഇൻഷുറൻസ് ഏജന്റുകളെ പോലെ അവർ വീണ്ടും വീണ്ടും വിളിച്ച് പോളിസി വാങ്ങാൻ നിർബന്ധിക്കാറില്ല. നിങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോൾ സമയമെടുത്ത് തന്നെ പോളിസി വാങ്ങാം. എൻ്റെ വൈഫിൻ്റെ മാതാപിതാക്കൾക്ക് നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ഡിറ്റോയുടെ വെബ്സൈറ്റും കൺസൾട്ടേഷനുമാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇതേ എക്സ്പീരിയൻസും വ്യക്തതയും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡിറ്റോയുമായി ഒരു സൗജന്യ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗോപികയുടെയും രാഹുലിൻ്റെയും കഥയിലേക്ക് തിരിച്ചു വരാം. ഗോപിക ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. മാസം കയ്യിൽ കിട്ടുന്ന ശമ്പളം 75,000 ഞാൻ പറഞ്ഞിരുന്നു. ഭർത്താവ് രാഹുലിന് മാസം 35,000 രൂപ ശമ്പളം ലഭിക്കുന്നു. അങ്ങനെ കുടുംബത്തിന്റെ ആകെ മാസ വരുമാനം 1,10,000 രൂപയാണ്. കേരളത്തിലെ സാധാരണ കുടുംബാംഗങ്ങളെ പോലെ ഇവരുടെ ചെലവുകളും വലുതാണ്. 2 കുട്ടികളുണ്ട്. മൂത്ത മകൾ 7ാം ക്ലാസ്സിലും ഇളയ മകൾ പ്രൈമറി സ്കൂളിലും പഠിക്കുന്നു. സ്കൂൾ ഫീസ്, ബസ് ഫീസ്, മറ്റ് ചെലവുകൾ എന്നിവയെല്ലാം ഇവർക്ക് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെങ്കിലും നാട്ടിൽ സ്ഥിര ജോലിയൊക്കെ ആയപ്പോൾ കാക്കനാട് അടുത്ത് അവർ സ്ഥിരതാമസമാക്കാനായിട്ട് തീരുമാനിച്ചു. സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നവുമായിട്ട് ഗോപികയും രാഹുലും ചേർന്ന് ഒരു പ്രമുഖ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ ഹോം ലോൺ എടുത്തു. പലിശ നിരക്ക് 7.8% ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് കേട്ടോ. കാലാവധി 25 വർഷം 300 മാസങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് കണക്കാക്കിയ പ്രതിമാസ EMI 38,591 രൂപയായിരുന്നു. ഇതിൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യ മാസത്തെ ബഡ്ജറ്റ് നമുക്ക് നോക്കാം. ആകെ വരുമാനം 1,10,000 രൂപ. ഹോം ലോൺ EMI 38,591 രൂപ. ബാക്കി വരുന്ന തുക അതിൽ വീട്ടു ചെലവുകളും പലചരക്കും കറണ്ട് ബില്ലും കുട്ടികളുടെ പഠനവും എല്ലാം കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. 71,409. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ 71,409 രൂപ മിച്ചം കിട്ടുന്നത് ധാരാളമാണെന്ന് തോന്നാം. എന്നാൽ ക്വാർട്ടർ ഫീസുകൾ, മെഡിക്കൽ ഇൻഷുറൻസ്, കാറിന്റെ ചെലവുകൾ എന്നിവയൊക്കെ വരുമ്പോൾ ഈ തുക വേഗത്തിൽ തീർന്നു പോകുന്ന ഒന്നാണ്. ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ ഈ ഹോം ലോൺ ഉണ്ടല്ലോ, 25 വർഷത്തേക്ക് വെറുതെ അങ്ങോട്ട് അടച്ചു പോയാൽ ബാങ്കിലേക്ക് മാത്രം പലിശയായിട്ട് 65,77,420 രൂപ നൽകേണ്ടി വരും. അതായത് 50 ലക്ഷം നിങ്ങൾ ഹോം ലോൺ എടുക്കുമ്പോൾ 25 വർഷം കൊണ്ട് 1,15,00,000 രൂപ ബാങ്കിലേക്ക് അടയ്ക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കിയ ഗോപിക രാഹുലിനോട് പറഞ്ഞു, നമ്മൾ വെറുതെ ഇങ്ങനെ അടച്ചു പോയാൽ വീടിൻ്റെ വിലയുടെ ഇരട്ടിയിലധികം പണം ബാങ്കിന് നൽകേണ്ടി വരും. നമ്മൾ ബാങ്കിൻ്റെ പണിക്കാരെ പോലെ പണിയേണ്ടി വരും. നമുക്കൊരു പ്ലാൻ വേണം. പക്ഷേ കുട്ടികളുടെ പഠനത്തിനോടും നമ്മുടെ ജീവിത ചെലവുകളോടും നീതി പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ ആ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് ലോൺ അടച്ച് തീർക്കാനായിട്ട് കൂടുതൽ പണം EMIയിലേക്ക് അടയ്ക്കാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ EMI എമൗണ്ട് കൂട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടുപോകും. കാരണം പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് പൈസ വേണ്ടി വന്നാൽ കുടുംബം ബുദ്ധിമുട്ടിലാകും. അടിയന്തര ഘട്ടങ്ങളിൽ പണമില്ലാതെ വരുന്നത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഗോപികയും രാഹുലും കൂടെ ഒരു സ്മാർട്ട് പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഡിവൈഡിങ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യം അവർ ചെയ്തത്. അവർക്ക് 1,10,000 രൂപ ടോട്ടൽ ഇൻകം ഉണ്ടല്ലോ. നമ്മളിൽ പല സാധാരണക്കാരുടെയും ടോട്ടൽ ഇൻകം 2 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് കേട്ടോ. അതിൽ രാഹുലിന് കിട്ടുന്ന ശമ്പളം 35,000 രൂപയാണല്ലോ. കുറവാണ്, പാവം മനുഷ്യൻ. ചെറിയ ശമ്പളക്കാരന്റെ ശമ്പളം ചെറിയ ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. വീട്ടു ചെലവുകൾക്കും പലചരക്കിനും കറണ്ട് ബില്ലിനും വണ്ടിയുടെയും പെട്രോളിന്റെയും ഒക്കെ ചെലവുകൾക്ക് വേണ്ടി അതങ്ങ് മാറ്റിവെച്ചു. ഗോപികയുടെ ശമ്പളത്തിൽ നിന്ന് കുട്ടികളുടെ ഫീസും ഈ ഹോം ലോണും ഇൻഷുറൻസിന്റെ പ്രീമിയം ഒക്കെ അടയ്ക്കാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ അടുത്ത ഒരു കാര്യം അവർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീപേയ്മെൻ്റ് ആണ്. മൈക്രോ പ്രീപേയ്മെൻറ്റ്. വലിയ തുകയ്ക്ക് പകരം മാസം 4,000 രൂപയൊക്കെ അധികമായിട്ട് ഈ ലോൺ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ഹോം ലോൺ ഈ 38,591 അതങ്ങ് അടഞ്ഞു പോവും. അതിനോടൊപ്പം ഒന്നും അറിയാതെ ഒരു 4,000 രൂപ കൂടി ആ ഒരു ലോൺ അക്കൗണ്ടിലേക്ക് അടച്ചു തുടങ്ങി. ഇങ്ങനെ പ്രീപേയ്മെൻറ്റ് നമുക്ക് ആപ്പ് വഴിയൊക്കെ അടയ്ക്കാനായിട്ടുള്ള സൗകര്യം പല ബാങ്കുകളും നൽകുന്നുണ്ട് കേട്ടോ. SBIയുടെ ഒക്കെ ലോണാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് വരെ അടയ്ക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് അവർ ചെയ്തത് മ്യൂച്വൽ ഫണ്ട് SIP ആണ്. പണം മുഴുവൻ ലോണിൽ അടച്ച് ബ്ലോക്ക് ചെയ്യാതെ കുറച്ച് പണം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു. ഇത് ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ലോണിലേക്ക് മുഴുവനും എല്ലാ മാസവും അങ്ങ് 10,000-10,000 വെച്ച് അടച്ചു കഴിഞ്ഞാൽ അടിയന്തര ഘട്ടങ്ങളിൽ എന്ത് ചെയ്യും? ഇതാകുമ്പോൾ വിഡ്രോ ചെയ്യാമല്ലോ. ഇതുകൂടാതെ എല്ലാ വർഷവും ശമ്പളം കൂടുമല്ലോ, ശമ്പള വർധനവുണ്ട്. ഇവരിങ്ങനെ സ്ഥിര ജോലിയിലേക്കൊക്കെ നിൽക്കുന്ന ആളുകളാണല്ലോ. ശമ്പള വർധനവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ 4,000 എന്നുള്ള എമൗണ്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. എല്ലാ വർഷവും ഒരു നിശ്ചിത ശതമാനം സ്റ്റെപ്പ് അപ്പ് ചെയ്തു. മാസം 1-ാം തീയതി ശമ്പളം വന്ന ഉടനെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്
38,591 EMI ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകും. ഇത് കഴിഞ്ഞ് ഉടൻ ഗോപിക തന്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് തുറന്ന് ഹോം ലോൺ എടുത്ത് പാർട്ട് പ്രീപേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. കുടുംബ ചെലവുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാസം 4,000 രൂപ അധികമായിട്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ആദ്യ 5 വർഷം കൊണ്ട് മാത്രം 2,40,000 രൂപ അധികമായിട്ട് ഈ മുതലിൽ പ്രിൻസിപ്പൽ തുകയിൽ കുറയ്ക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൊബൈൽ ആപ്പിൽ പ്രീപേയ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബാങ്ക് 2 ഓപ്ഷൻ തരും. ഒന്ന് EMI റിഡക്ഷൻ, 2 ടെന്യൂർ റിഡക്ഷൻ. നിങ്ങൾ കാലാവധി കുറയ്ക്കുക എന്ന് പറയുന്ന ഓപ്ഷനെ തിരഞ്ഞെടുക്കാവുള്ളൂ കേട്ടോ. ഗോപിക്ക് എപ്പോഴും തിരഞ്ഞെടുത്തത് ടെന്യൂർ റിഡക്ഷൻ ആണ്. EMI കുറച്ചാൽ ലോണിന്റെ കാലാവധി കുറയില്ല, എന്നാൽ കാലാവധി കുറച്ചാൽ മാസം അടയ്ക്കുന്ന തുക അതേപോലെ തന്നെ നിലനിൽക്കുകയും ലോൺ തീരുന്ന വർഷങ്ങൾ വേഗത്തിൽ കുറയുകയും ചെയ്യും. ആദ്യത്തെ വർഷങ്ങളിൽ നിങ്ങൾ അടയ്ക്കുന്ന EMIയുടെ 3/4% പലിശയിലേക്കാണ് പോകുന്നത്. പക്ഷെ ആദ്യത്തെ വർഷങ്ങളിൽ നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കുന്ന തുകയുണ്ടല്ലോ, അത് ഡയറക്റ്റ് മുതലിലേക്ക് പോകും. അതുവഴി വലിയ പലിശ ലാഭിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. വീടിന്റെ ലോൺ തീർക്കുന്നതിനൊപ്പം കുട്ടികളുടെ ഭാവിയും പ്രധാനമാണ്. മക്കൾ ഹൈസ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ എത്തുമ്പോൾ വലിയ തുക വേണ്ടിവരും. ഇതിനായിട്ട് അവർ മാസം 10,000 രൂപ വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൽ SIP അങ്ങോട്ട് തുടങ്ങി. എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിച്ചാൽ, മുഴുവൻ പണവും ലോണിൽ മാത്രം അടച്ചാൽ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വരും. അടിയന്തരമായിട്ട് പണം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ വീട് വിൽക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പിൻവലിക്കാനായിട്ട് എളുപ്പമാണ്. അതേപോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പണം പിൻവലിച്ച് നിങ്ങൾക്ക് ലോണിലേക്ക് തിരിച്ചടയ്ക്കാനായിട്ടും പറ്റും. എല്ലാ 3-4 വർഷം കൂടുമ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയൊക്കെ പിൻവലിച്ച് ഒറ്റയടിക്ക് ഹോം ലോണിലേക്ക് ഗോപിക അടച്ചു. ഇത് ലോണിന്റെ പ്രധാന തുകയെ, പ്രിൻസിപ്പൽ എമൗണ്ടിനെ വേഗത്തിൽ കുറയ്ക്കാനായിട്ട് സഹായിച്ചു. വർഷാവർഷം ജോലിയിൽ പ്രൊമോഷനും ശമ്പള വർധനവും കിട്ടുമ്പോൾ പലരും ആഡംബരങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കും. എന്നാൽ ഗോപികയും രാഹുലും ചെറിയൊരു നിയന്ത്രണം പാലിച്ചു. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ശമ്പളം കൂടുമ്പോൾ ലോണിലേക്ക് അടയ്ക്കുന്ന അധിക തുക 5% മുതൽ 10% വരെ വർദ്ധിപ്പിച്ചു. വർഷം 1 മുതൽ 3 വരെ മാസം 4,000 രൂപ അധികമായിട്ട് അടച്ചു. വർഷം 4 ആയപ്പോൾ ശമ്പളം കൂടിയപ്പോൾ ആ തുക മാസം 4,400 കൂട്ടി. വർഷം 7 ആയപ്പോൾ അത് 5,000 വീണ്ടും കൂട്ടി. ഇങ്ങനെ ചെറിയ രീതിയിൽ തുക കൂടിയതുകൊണ്ട് കുടുംബത്തിന് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും തോന്നിയില്ല. അതേസമയം ലോൺ വേഗത്തിൽ തീരുകയും ചെയ്തു. ഇനി 25 വർഷത്തെ ലോൺ എങ്ങനെ 15 വർഷമായി ചുരുങ്ങി എന്നുള്ളത് ചുരുക്കത്തിലൊന്ന് പറയാം. എടുത്ത ലോൺ തുക 50 ലക്ഷം, 7.8% പലിശ നിരക്കിൽ 25 വർഷത്തേക്ക്. സാധാരണ EMI മാസം 38,591. അധികമായി അടച്ച തുകകൾ, മാസം തോറും നൽകിയ ചെറിയ തുകകളും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ നൽകിയ വലിയ തുകയും ചേർത്ത് ആകെ 23,50,000 രൂപ അധികമായിട്ട് പ്രിൻസിപ്പൽ തുകയിൽ അടച്ചു തീർത്തു. ഇതിൻ്റെ ഫലം എന്താണ്? യഥാർത്ഥ കാലാവധി 25 വർഷം 300 മാസം. ലോൺ തീർന്നത് 15 വർഷം കൊണ്ട് 180 മാസങ്ങൾ കൊണ്ട്. ലാഭിച്ച തുക 31,50,000-ത്തിലധികം. ഇതുവഴി ബാങ്കിലേക്ക് നൽകേണ്ടിയിരുന്ന 31 ലക്ഷത്തിലധികം രൂപ പലിശയായി പോകുന്നത് തടയാനായിട്ട് അവർക്ക് കഴിഞ്ഞു. കുട്ടികളുടെ പഠനവും മുടങ്ങിയില്ല, കുടുംബത്തിന്റെ സമാധാനവും നഷ്ടപ്പെട്ടില്ല. റിട്ടയർമെന്റ് കാലം വരെ കൊണ്ടു നടക്കേണ്ടിയിരുന്ന വലിയൊരു കടം വെറും 15 വർഷം കൊണ്ട് അവർ പൂർണ്ണമായിട്ട് അടച്ചു തീർത്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, 30 ലക്ഷത്തിലധികം രൂപ അവർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റിയത് സിമ്പിൾ ചില ട്രിക്കുകളിൽ കൂടെയാണ്. നമ്മൾക്കും ഇത് സേവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ കുടുംബം അനുഭവിക്കേണ്ട 10-30 ലക്ഷം രൂപയാണ്, അല്ലെങ്കിൽ 30 അധികം. ഇപ്പോൾ 50 ലക്ഷത്തിന് മുകളിൽ ലോൺ എടുക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിൽ താഴെ ലോൺ എടുക്കുന്ന ആളുകളുണ്ട്. ലക്ഷങ്ങളാണ് നമ്മുടെ കുട്ടികൾ അനുഭവിക്കേണ്ട, ലക്ഷങ്ങളാണ് ബാങ്കുകാർക്ക് നമ്മൾ വെറുതെ പലിശയായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചില ശ്രദ്ധക്കുറവ് കാരണം. ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കി എന്ന് വിചാരിക്കരുത്. ഇവിടെ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളോ മറ്റ് നിക്ഷേപങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ലെന്ന് വിചാരിക്കുക. പകരം കയ്യിൽ കിട്ടുന്ന ചെറിയ തുകകൾ മാത്രം കൃത്യമായിട്ട് മാസം തോറും ലോൺ അക്കൗണ്ടിലേക്ക് അധികമായി അടച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് വഴി ഞാൻ പറഞ്ഞതുപോലെ മാസം തോറും ചെറിയൊരു തുക അധികമായിട്ട് അടയ്ക്കുകയും ആപ്പിൽ ചോദിക്കുമ്പോൾ ടെന്യൂർ റിഡക്ഷൻ തിരഞ്ഞെടുക്കുകയും ചെയ്താൽ മാജിക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ലോണിൻ്റെ ആദ്യ വർഷങ്ങളിൽ നമ്മൾ അടയ്ക്കുന്ന EMIയുടെ സിംഹഭാഗവും ബാങ്കിലേക്ക് പലിശയായിട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ സമയത്ത് നമ്മൾ മാസം തോറും ചെറിയ തുകകൾ അധികമായി അടച്ചാൽ അത് നേരെ ലോണിൻ്റെ മുതലിലേക്കാണ് പോകുന്നത്. ഇതുവഴി ബാങ്ക് പലിശ കണക്കാക്കുന്ന ആ അടിസ്ഥാന തുക ഓരോ മാസവും വേഗത്തിൽ കുറഞ്ഞു വരുന്നു. EMI തുക മാറ്റമില്ലാതെ തുടരുമെങ്കിലും ലോൺ തീരാൻ ബാക്കി നിൽക്കുന്ന മാസങ്ങളുടെ എണ്ണം കുത്തനെ താഴേക്ക് പതിക്കാനായിട്ട് തുടങ്ങും. ഏതെങ്കിലും വലിയ നിക്ഷേപങ്ങളോ വലിയ തുകകളോ ഇല്ലാതെ തന്നെ മാസം തോറും ചെയ്യുന്ന ഈ ചെറിയ മുൻകൂട്ടി അടവുകൾ കൊണ്ട് മാത്രം, പ്രീപേയ്മെന്റ് കൊണ്ട് മാത്രം 25 വർഷത്തെ വലിയൊരു ലോൺ കാലാവധി ചുരുങ്ങി 10-15 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും തീർന്നു പോയിക്കോളും. ഒപ്പം ബാങ്കിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പലിശ നൽകേണ്ടി വരുന്നത് ശാശ്വതമായിട്ട് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഗോപികയുടെയും രാഹുലിന്റെയും ഈ വിജയം സ്വന്തമാക്കാനായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നിലവിലത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ 9% പലിശയുള്ള ഹോം ലോൺ, അതൊക്കെ ഭയങ്കര മുകളിലാണ്. അതിന് മുകളിലോട്ടൊന്നും ഒരിക്കലും പോകരുത്. 8-ന് മുകളിൽ പോയാൽ തന്നെ ശമ്പളക്കാർക്ക് വലിയ പണിയാണ്. ഒരു 7-7.5 നമ്മൾ പിടിച്ചു നിർത്തേണ്ടുന്ന ഒരു ഹോം ലോണിൻ്റെ പലിശ എന്ന് പറയുന്നത്. ആ പലിശയുള്ള ലോൺ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം വരില്ല. വരുമാനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക.
വരുമാനം ഒന്നിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ജീവിത ചെലവുകൾക്ക് മറ്റേത് ലോൺ തിരിച്ചടവിനും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ EMI വരുമാനത്തിൻ്റെ 40% താഴെ ആയിരിക്കണം എപ്പോഴും. ഒരിക്കലും താങ്ങാൻ പറ്റാത്ത വലിയ തുകയുടെ ലോൺ എടുത്ത് ജീവിതം ബുദ്ധിമുട്ടിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മൊബൈൽ ആപ്പ് വഴി ചെറിയ തുകകൾ മുൻകൂട്ടി അടയ്ക്കുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മാസം തോറും ചെറിയ തുകകൾ അധികമായി അടയ്ക്കാനും ടെന്യൂർ റിഡക്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനനുവദിക്കുന്ന ലോണുകൾ മാത്രം എടുക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദീർഘകാല ലക്ഷ്യങ്ങൾക്കായിട്ട് SIP കൃത്യമായിട്ട് തുടരുക. കൃത്യമായ ഇടവേളകളിൽ ആ പണം ഉപയോഗിച്ചിട്ട് ലോൺ തുക ഒറ്റയടിക്ക് കുറയ്ക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലോൺ അടച്ച് പോകും, വീട് സ്വന്തമാകും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു നീക്കിയിരിപ്പ് നമുക്കുണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ശമ്പളം കൂടുമ്പോൾ തിരിച്ചടവും കൂട്ടുക. ശമ്പള വർധനവിനനുസരിച്ചിട്ട് ലോൺ അടവിലും ചെറിയ വർധനവ് വരുത്തുക. ഈ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വലിയൊരു ഹോം ലോൺ ഭാരം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കേണ്ട. ആരോഗ്യ ഇൻഷുറൻസ് മസ്റ്റാണ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ്. അപ്രതീക്ഷിത ആശുപത്രി ചെലവുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തത്തിൽ ബാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ഡിറ്റോയുടെ ലിങ്ക് പരിശോധിക്കുക. ഇപ്പോൾ തന്നെ ഒരു ഫ്രീ കോൾ ബുക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.